കേരളക്കര ഒന്നടങ്കം ഒരു ഓണാഘോഷത്തിന്റെ തിമിർപ്പിലായിരിക്കുന്ന നിമിഷത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ തീക്കോയുടെ മണ്ണിൽ വ്യത്യസ്തമായ ഒരു ഓണക്കാഴ്ചയുണ്ട്. ആ ഓണക്കാഴ്ചയിലേക്കാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. തീക്കോയിലെ സാധാരണക്കാരായ ഒരുപറ്റം യുവാക്കൾ, ഒരുപറ്റം മനുഷ്യർ അവർ നടത്തിയ ഒരു ചെറിയ സഹായത്തിന്റെ കാരുണ്യ പ്രവർത്തന കണ്ണുകൾ. ഇത് നടക്കുന്നത് മറ്റെവിടെയുമല്ല, ഭരണങ്ങാനം FCC അൽഫോൻസ ജ്യോതി പ്രൊവിൻഷ്യന്റെ കീഴിൽ തീക്കോയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ദീപ്തി DCMR സ്കൂളിന്റെ നടുമുറ്റത്താണ് ഞാൻ ഇന്നായിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയ ഒരു നിമിഷമാണ് ഇന്നിവിടെ. നമ്മളെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ച ഇന്നിവിടെ നമ്മെ കാത്തിരിപ്പുണ്ട്. തീക്കോയിലെ ഏറ്റവും സാധാരണക്കാരായ ഒരുപറ്റം ജനങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമം. ഈ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഈ ഓണസദ്യ നൽകുന്ന ഈ ഒരു അപൂർവ കാഴ്ച, ഈ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഓണസദ്യയൊക്കെ കഴിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടോ? സന്തോഷാണോ? എന്നാ സൂപ്പറായിരുന്നു പറഞ്ഞേ.
ഓക്കെ, നല്ല സദ്യയായിരുന്നു. നല്ല സദ്യ. സദ്യ കഴിച്ച് വയറൊക്കെ നിറഞ്ഞോ? സന്തോഷാണോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. സദ്യ സൂപ്പർ ആണെന്നൊന്ന് പറഞ്ഞേ. നല്ല ഉഗ്രൻ സൂപ്പർ. സദ്യയൊക്കെ കഴിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? ആരാ സദ്യ? എന്റെ മക്കൾക്ക് ചേട്ടന്മാര്. ചേട്ടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ചേട്ടന്മാർക്ക് വേണ്ടി ഒരു താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. ഓക്കെ, പായസമൊക്കെ കുടിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ആരാ മക്കൾക്ക് ഈ സദ്യയൊക്കെ തന്നെ? ചേട്ടന്മാര്. അപ്പൊ ചേട്ടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ? നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ സദ്യ സൂപ്പർ ആയിരുന്നു പറഞ്ഞേ. സൂപ്പർ. ഓക്കെ, എന്തൊക്കെ ഉണ്ടായിരുന്നു സദ്യയില്? പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പുളിശ്ശേരി, പായസം, പിന്നെ ചക്രവരട്ടി, ഉപ്പേരി, സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാമ്പാർ ഇഷ്ടപ്പെട്ടോ? സാമ്പാറും അവിയലും. സദ്യയൊക്കെ കഴിച്ചോ? സൂപ്പർ ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? ചേട്ടന്മാർക്ക് ഒരു താങ്ക് യു പറഞ്ഞാലോ? ഒന്നിച്ചൊരു താങ്ക് യു പറഞ്ഞേ. പേരെന്നാ മോനെ? മുഹമ്മദ് യാസിഫ്. ഇന്നത്തെ ഓണാഘോഷം ഇഷ്ടപ്പെട്ടോ? DCMRലെ ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സ്പെഷ്യൽ ആയിട്ട് എന്നാ ഇന്നുണ്ടായിരുന്നു ഓണാഘോഷത്തിന്? ഓണസദ്യ ഇഷ്ടപ്പെട്ടോ? വയറൊക്കെ നിറഞ്ഞോ? നമുക്ക് ചേട്ടന്മാർക്ക് ഒരു താങ്ക് യു പറഞ്ഞാലോ? ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ക്യാമറ നോക്കി താങ്ക് യു പറയാവോ? കൈ കാണിച്ചേ. താങ്ക് യു. പേരെന്നാ മോനെ? ഓക്കെ, ഇന്നത്തെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? എന്നാ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഓണാഘോഷത്തിന് ഉണ്ടായിരുന്നേ? ഓണസദ്യ ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട് ഇഷ്ടം തോന്നിയോ? ഇഷ്ടപ്പെട്ടോ? സന്തോഷമാണോ? ചേട്ടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഒന്ന് ചേട്ടന്മാരോട് നമുക്കൊരു താങ്ക് യു പറഞ്ഞാലോ? ക്യാമറയിൽ നോക്കി ഒരു താങ്ക് യു പറഞ്ഞാലോ? താങ്ക് യു. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ ഈ ദിവസത്തെ കുറേ ഹീറോ ചേട്ടന്മാരാണ് നമ്മുടെ കൂടെ ഇന്നായിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം. ഇവിടെ ദീപ്തി DCMRന്റെ ഇന്ന് ഓണാഘോഷത്തിൽ ഇവർ ആ കുഞ്ഞുങ്ങളുടെ ഹൃദയം നിറയുന്ന ഒരു ഓണസദ്യയാണ് അവർക്ക് സമ്മാനിച്ചത്. ഈ ഒരു സംരംഭം ഇത് ആദ്യമായിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൻ്റെ പിന്നിൽ ഏറ്റവും ആദ്യത്തെ ഒരു പ്രചോദനം എന്തായിരുന്നു ഇങ്ങനെ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ കാരണമായത്? ഒന്ന് പങ്കുവെക്കാമോ? പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ഈ ഒരു സാധാരണ ജീവിതത്തിൽ നിങ്ങൾ അവരോട് കാണിച്ച ഒരു വലിയ കരുണയ്ക്ക്, സ്നേഹത്തിന്, ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് ബൈബിളിൽ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇന്നിവിടെ കടന്നു വന്ന ആ മനുഷ്യരും. വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയരുതെന്നതുപോലെ ആരുടെയും പ്രശംസയ്ക്കോ അംഗീകാരത്തിനോ കാത്തു നിൽക്കാതെ അവർ ഇവിടുന്ന് പടിയിറങ്ങിപ്പോയി. ഇത് നടക്കുന്നത് മറ്റെവിടെയുമല്ല, ഭരണങ്ങാനം FCC അൽഫോൻസ ജ്യോതി പ്രൊവിൻസിന്റെ കീഴിൽ തീക്കോയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ദീപ്തി DCMR സ്കൂളിന്റെ മുറ്റത്താണ്. മാനസിക വൈകല്യം നേരിടുന്ന ഒരുപറ്റം കുഞ്ഞുങ്ങളുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രതീക്ഷയുടെ കൈത്താങ്ങ് നൽകുന്ന FCCയിലെ അമ്മമാരുടെ ഒരു ചെറിയ സംരംഭം. ഈ ഒരു നിമിഷത്തിൽ ഇവരുടെ കൂടെ ആയിരിക്കാൻ പറ്റിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓണക്കാഴ്ച. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരുപറ്റം മനുഷ്യർ ആരുടെയും പ്രശംസയ്ക്കോ അംഗീകാരത്തിനോ കാത്തു നിൽക്കുന്നില്ല. അവരൊരുക്കിയ ഓണസദ്യ ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ വസന്തകാലം തന്നെയാണ് തീർത്തിരിക്കുന്നത്. അവർ നൽകിയ പുഞ്ചിരികളും പ്രാർത്ഥനകളും മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് അവരിവിടുന്ന് പടിയിറങ്ങുമ്പോൾ നാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നാം ശ്രദ്ധിച്ച ഒരു വാർത്ത, പാവപ്പെട്ടവരെയും രോഗികളെയും ശുശ്രൂഷിച്ചതിൻ്റെ പേരിൽ മാത്രം തടവറയ്ക്കുള്ളിലായിപ്പോയ 2 പാവം കന്യാസ്ത്രീകൾ. ഇത്തരം ഗൂഢനീക്കങ്ങൾ കൊണ്ടൊന്നും സന്യസ്തരുടെ കാരുണ്യ പ്രവർത്തികളെ തടയിടുവാനോ തകർക്കുവാനോ ഒരു ഗൂഢശക്തിക്കും കഴിയുകയില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ദീപ്തി DCMR സ്കൂൾ. ഈ അമ്മമാരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങുമായി ഇനിയും ഒരുപറ്റം ആളുകൾ ഈ മുറ്റത്തെത്തിച്ചേരും. ഇന്നിവിടെ നടന്നു നീങ്ങിയ ആ മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഈ മക്കളുടെ സ്നേഹം നിറഞ്ഞ പുഞ്ചിരി ഈ വർഷത്തെ ഏറ്റവും മികച്ച അത്തപ്പൂക്കളമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.
എൻ്റെ ഈ ജീവിതത്തിൽ ഇത്രയും മനോഹരമായ ഒരു ഓണ ദിവസം, ഓണസദ്യ എനിക്ക് സമ്മാനിച്ച സർവേശ്വരനോടും നന്ദി പറയുന്നു. ഈ വർഷത്തെ ഓണാശംസ വെറുതെ ആക്കുന്നില്ല കേട്ടോ. FCC അൽഫോൺസ് ജ്യോതി പ്രൊവിൻസിൻ്റെയും ഈ കുഞ്ഞുങ്ങളുടെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം അറിയിക്കുന്നു.